കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ ലഹരിവേട്ട കേസിൽ കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ച അന്വേഷണം. പുറത്തുനിന്നുള്ള ലഹരി മാഫിയ കോളേജ് വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു. പൂർവ്വ വിദ്യാർത്ഥികളും നിരീക്ഷണത്തിലുണ്ട്. അതേസമയം റിമാൻഡിലായ വിദ്യാർത്ഥി ആകാശിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നേരത്തെ തന്നെ വിദ്യാർത്ഥികളും ആരോപിച്ചതാണ്. പുറത്തുനിന്നൊക്കെ ആളുകൾക്ക് ഹോസ്റ്റലിലേക്ക് കടന്നു കയറാനുള്ള സാഹചര്യം നിരവധിയുണ്ട്, മതിലൊക്കെ തകർന്നു കിടക്കുകയാണെന്നൊക്കെ അവർ ആരോപിച്ചിരുന്നു. ഇതിപ്പോൾ പോലീസിനെയും സംശയം അത് തന്നെയാണ്. ഈ ലഹരി വേട്ട കേസിൽ ഈ കഞ്ചാവ് ആരാണ് ഇങ്ങോട്ട് എത്തിച്ചത്, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കെ ഇവരെ ഈ ലഹരി മാഫിയ കോളേജ് വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്നുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതൊക്കെ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്? വീണ, ഈ കളമശ്ശേരി പോളിടെക്നിക്കൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഹോസ്റ്റലിൽ തന്നെ താമസിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം സ്വദേശിയായ ഈ വിദ്യാർത്ഥിയിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുകയാണ്. ഇയാളാണ് ഹോസ്റ്റലിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഇയാൾ ഒളിവിൽ പോയതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാളെ ഉടൻ കണ്ടെത്തും എന്നും ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ വിദ്യാർത്ഥികളടക്കം ആരോപിച്ചിരുന്ന ഒരു കാര്യം, ഈ പുറത്തു നിന്നുള്ള ആളുകൾ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ചില ആളുകൾ അടക്കം ഹോസ്റ്റലിലേക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ പുറത്തുനിന്ന് ഈ കഞ്ചാവ് മാഫിയ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ഇവരെ കാരിയർമാരാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഞ്ചാവിൻ്റെ വിൽപ്പന നടത്തിയിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് സംഘവും എത്തുന്നത്. കഴിഞ്ഞ 6 മാസത്തോളം പോലീസ് ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ പരിശോധന നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ നിലവിലിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള ആകാശിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ ഇയാളോടൊപ്പം താമസിച്ചിരുന്ന KSU പ്രവർത്തകരായിട്ടുള്ള അനന്തു, ആദിൽ എന്നീ 2 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയും ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ആകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. നേരത്തെ മൊഴി നൽകിയ സമയത്ത് ഈ വിദ്യാർത്ഥികൾ, KSU പ്രവർത്തകരായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത് തങ്ങൾ ഈ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ആകാശിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്നു. ഒപ്പം തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് എത്തി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായിട്ട് തന്നെയാണ് പോലീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വീണ. യെസ്, കിരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റൽ ലഹരിവേട്ട കേസ് പല തലത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇവിടെ എത്തിച്ച ആളത് പൂർവ്വ വിദ്യാർത്ഥിയാണെന്നൊരു സംശയം എളുപ്പമായി പൂർവ്വ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം എറണാകുളത്തുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതിപ്പോൾ ഇന്നലെ 2 വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു. KSUവും SFI പരസ്പരം പഴിചാരുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഏതായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറഞ്ഞത് ജാഗ്രത കുറവുണ്ടായി എന്നാണ്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ട്, പലപ്പോഴും പല ട്രോളുകൾ വന്നിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായോ എന്നുള്ള ഒരു സംശയം ചോദിച്ചിരുന്നു. ഏതായാലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമായി നിലകൊള്ളേണ്ട നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ അതിന് കാരണമാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം ആണെങ്കിൽ അത് മുളയിലെ നുള്ളേണ്ടതുണ്ട്. അത് കൃത്യമായി ഈ ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനൊക്കെ സർവകലാശാലകളിൽ, കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടക്കും. പക്ഷെ ബോധവൽക്കരണം കൊണ്ട് എത്രമാത്രം എത്രയോ വർഷങ്ങളായി ലഹരിക്കെതിരായ ബോധവൽക്കരണം നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി എത്രയോ കോടികൾ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു പോകുന്നതായി മാറുന്നുവോ? ശരിക്കും ആക്ഷനാണോ വേണ്ടത്? ആക്ഷനല്ലേ വേണ്ടത്? കൃത്യമായി ഇടപെട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, നാട്ടുകാർ ചേർന്ന് ആ പ്രദേശത്തെ യുവാക്കളെ അന്വേഷിച്ച് ചെന്ന് ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ അവർ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആക്ഷൻ വേണം എന്നൊരു ചോദ്യം. അത് നാട്ടുകാരുടെ എന്നല്ല, നിയമ സംവിധാനത്തിലൂടെ, പോലീസിങ്ങിലൂടെ അതിന് പ്രത്യേക ആക്ഷൻ സ്ക്വാഡുകൾ രൂപീകരിച്ചോ എങ്ങനെയെങ്കിലും അത് നടപ്പിലാക്കി ലഹരിയിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ പോകുമെന്ന്
നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്, എക്സൈസ് വകുപ്പ് അടക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.